പണിയെടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് ഉറങ്ങാ? എടി ഞാൻ അവിടുത്തെ പുല്ലൊക്കെ പറിക്കായിരുന്നു. അങ്ങനെ ക്ഷീണിച്ചപ്പോ ഒന്ന് വന്നിരുന്നപ്പോ ഇങ്ങനെ അറിയാണ്ട് മയങ്ങിപ്പോയി. ഇത് നിങ്ങളുടെ സ്റ്റേജ് ഒന്നും അല്ല ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങാൻ വേണ്ടിട്ട്. കർത്തമലിക്കയില്ലല്ലോ. നീ എപ്പോഴും കർത്തമലിക്കനെ കുറിച്ച് കളിയാക്കാറുണ്ട്. കർത്തമലി എന്ന് പറഞ്ഞൊരു കലയാണ്. അത് ഞാൻ പൊക്കും താഴ്ത്തും ചെയ്യില്ലെങ്കിൽ നിന്റെ കളി ആര് കാണാനാ? ഭയങ്കര കലയാണ്. ഇതിപ്പോ നാടകം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് ഇവിടെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ പറയണത്. എന്തെങ്കിലും പച്ചക്കറി നട്ടാൽ നമുക്ക് തന്നെ കഴിക്കാം. എടി വേക്കണ പോലെയൊക്കെ ഞാൻ ചെയ്യണില്ലേ? ഇതൊന്നും വേക്കണ പോലെ എന്നെ പറഞ്ഞാ മതി. ഒരു കർത്തമലിക്കാരന്റെ കൂടെ ഇറങ്ങി പോന്നല്ലോ. വെറുതെ കർട്ടൻ വെക്കണോണ്ട് മാത്രമല്ലോ നീ എന്റെ കൂടെ പോകുന്നത്. നിന്റെ പെട്ടി എടുത്ത് ഞാൻ സ്റ്റേജ് കൊണ്ടാക്കണം. നാടകം കഴിഞ്ഞാൽ പെട്ടി എടുത്തിട്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് വെക്കണം. എല്ലാരും പോയാലും നിന്നെ വീട്ടിൽ കൊണ്ടാക്കണം. അതൊക്കെ കണ്ടിട്ടില്ലേ നീ എന്റെ കൂടെ പോകുന്നു? ആണ്. അപ്പൊ ഞാൻ വിചാരിച്ച എന്നെ പൊന്നു പോലെ നോക്കുന്നു. ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ ഇനി നാടകത്തിന് പോയോക്ക്. ഞാൻ നിന്റെ പെട്ടി എടുത്ത് പിറകെ വരും. നാടകം ഇല്ലാത്തോണ്ടല്ലേ മനുഷ്യ നിങ്ങളോട് ഇതൊക്കെ പറയണേ. കയ്യിൽ ഒരു 5 പൈസ ഇല്ല. ആരോടെങ്കിലും ഈ സമയത്ത് പോയി ചോദിച്ചാൽ തരുമോ? എടി അപ്പൊ റേഷൻ കടയിൽ നിന്ന് മേടിച്ച 8 കിലോ അരി തീർന്നാ? ഇല്ല, ഇവിടെ ഉണ്ട്. പുഴുങ്ങി തിന്നെ. നിങ്ങളോട് ആ വിറക് ഞാൻ എടുത്ത് വെക്കാൻ പറഞ്ഞായിരുന്നോ? മഴ തന്നെ പോയില്ലേ? ഇനി എന്തെടുത്തിട്ട് കത്തിക്കും? നീ ഇവിടെ വെറുതെ ഇരിക്കില്ലായിരുന്നു? ആ വെയില് സമയത്ത് അതൊക്കെ എടുത്ത് എടുക്കാറുന്നില്ല എനിക്ക്? എല്ലാത്തിനും നിങ്ങൾക്ക് ഉത്തരവുണ്ടല്ല. നിങ്ങളിത് എങ്ങനെ ജീവിക്കാന്നോർത്തിരിക്കുക? എടി ആ മന്മഥന് ഒരു 5000 റുപ്യ കൊടുന്നേരാ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മാസം കൂടി ജീവിക്കാം. അത് സ്വപ്നം കണ്ടോണ്ടായിരുന്നു ഇവിടെ ഇരുന്ന് ഉറങ്ങിയതല്ലേ? അല്ലേ? അത് കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്യും? അല്ല, അത് കഴിയുമ്പോഴേക്കും കൊറോണ ഒക്കെ മാറും. പിന്നെ നിനക്ക് നാടകത്തിന് പോവാലേ. എന്നാലും നിങ്ങൾ ഒരു പണി എടുക്കൂല. എണീച്ചേർന്ന് മടിയെ മതി ഇവിടുത്തെ പണി. ഹായ് മാമ, ഹായ് മമ്മി. ഇതെന്ത് പരിപാടി? ഇതേ അവിടെ കുറച്ച് പുല്ലൊക്കെ മാറ്റിയിട്ടേ കുറച്ച് പച്ചക്കറി നടാച്ചിട്ടാ. കൃഷി? ഇപ്പോഴും കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കേ മാമൻ അല്ലേ? നീ 5000 കൊടുന്ന കണ്ടു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുവരുന്നു. ഇതെന്ത് കോലോടെ ഇത്? ഇതിപ്പോഴത്തെ ട്രെൻഡ് സ്റ്റൈല് മാമി. ഇതിപ്പോ ടിവിയിൽ കാണിക്കണ കൊറോണയെ പോലെ ഇല്ലേ ഇവൻ? എടാ ഗ്ലാസ് മാറ്റി. അത് വേണ്ട, ഇതാ നല്ലത്. മാറ്റി ശരിയാ. മാറ്റിയടാ. ഇപ്പൊ അത് പിന്നെ എന്താടാ ഈ കണ്ണില്? കണ്ണുകൊണ്ട് മുട്ടുസൂചി എടുക്കാൻ ശ്രമിച്ചതാ. അപ്പൊ മുട്ടുസൂചി നേരെ കണ്ണിന്റെ അകത്ത് തന്നെ വന്ന് കൊണ്ട്. അതെന്തിനാടാ ഈ കണ്ണോണ്ടൊക്കെ മുട്ടുസൂചി എടുക്കണേ? ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി, മന്മഥൻ ദ റിയൽ ഹീറോ. അതിനകത്ത് എൻ്റെ പല സാഹസിക പ്രകടനങ്ങളും പല പരിപാടികളും വരുന്നുണ്ട്. അത് ആൾക്കാർ കാണുന്നു. കണ്ടു കഴിയുമ്പോൾ മാസം എനിക്ക് നല്ലൊരു തുക എൻ്റെ അക്കൗണ്ടിലേക്ക് വരും. പൈസ കിട്ടുന്നുണ്ടോ? പിന്നെ അപ്പൊ ഈ മരുന്ന് വെച്ചോടെ നിർത്തിയോ? അതാരിന് ചെയ്യും? എൻ്റെ പട്ടി ചെയ്യും. ഞാൻ നിൽക്കില്ല അതിന്. ഈ മാസം എൻ്റെ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് വന്നു എന്നറിയാമോ? എത്ര? 80,000. 1 ലക്ഷം രൂപയ്ക്ക് 20,000 രൂപ കുറവ്. അത് അടുത്ത മാസം ഞാൻ കവർ ചെയ്യും. 1.5 ലക്ഷം രൂപ വരും നോക്കൂ അടുത്ത മാസം എൻ്റെ അക്കൗണ്ടിൽ. ശരിക്കും പറയണാണോ? പിന്നെന്താ, ഞാൻ തമാശ പറയാം. എന്താ അല്ല, ഇത് എങ്ങനെയാണ് ഇതിന്റെ പരിപാടി? എൻ്റെ മാമി, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതായിട്ട് കുക്കറി ഷോയാണ്, മന്മഥന്റെ കഞ്ഞിയും കറിയും. അത് ഒരു പ്രോഗ്രാം. പിന്നെ സിനിമാക്കാരെ വെച്ചിട്ട് വേറൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ, നാളെ നീ, മറ്റന്നാ വേർത്തൻ. അല്ലടാ, ഇനി ഈ സിനിമാക്കാരെയൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യണ്ടേ? എന്തിന്? സിനിമാ മാസിക ഇഷ്ടം പോലെ കിടക്കല്ലേ, അതങ്ങോട്ട് നോക്കും. അത് വെച്ചിട്ട് കലയ്ക്ക് ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കും. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, തിങ്കൾ മുതൽ ഞായർ വരെ, വാരഫലം. എടാ, ഇത് നിനക്ക് ജോലിച്ച് അറിയാമോ? ഇപ്പൊ മാമിയുടെ ഈ ആഴ്ച, മാമന്റെ അടുത്ത ആഴ്ച, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കറക്കം. എടാ, അപ്പൊ ശരിക്കും പൈസ കിട്ടൂടാ? പിന്നെ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ എനിക്കിപ്പോ. എടാ, എനിക്കും ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ കണ്ട ആപ്പുകൾക്കൊന്നും ഇത് തുടങ്ങി പൈസ ഉണ്ടാക്കാന്ന് വിചാരിക്കണ്ട. മാമനെ ഉദ്ദേശിച്ചാ പറഞ്ഞ കേട്ടോ. പിന്നെ മാമിക്ക് കുറച്ച് കല ഉള്ളിലുള്ളത് കൊണ്ട് മാമിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാശുണ്ടാക്കും. എടാ, അവളൊരു നല്ല നാടക നടിയല്ലേ? എനിക്ക് അറിഞ്ഞൂടെ? അവരുടെ നടന വൈഭവത്തിനെ നശിപ്പിച്ചില്ലേ നിങ്ങളുടെ കൂടെ കൂടിയിട്ട്. മാമിക്ക് എന്തെങ്കിലും കഴിവ് ആന്തരികമായി ഉറങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അതിനെടുത്ത് പുറത്തോട്ടിട്ട്. മണ്ടൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു ബെൽ ബട്ടൺ ഇല്ലേ, അതിൽ മുറുക്കനെ ഒന്ന് ഞെക്കണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു. വന്നേ. അതെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടേ, ഇത് എങ്ങനെ പറയണം? സാമ്പാർ എന്ന് പറയണോ നാടൻ സാമ്പാർ എന്ന് പറയണോ? നാടൻ സാമ്പാർ. നാടൻ സാമ്പാർ. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നാടൻ സാമ്പാറാണ്. വേണ്ട, സാമ്പാർ എന്ന് പറഞ്ഞ സാമ്പാർ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന വിഭവം സാമ്പാറാണ്. അങ്ങനെ പറയാം അല്ലേ? നാടൻ സാമ്പാറല്ലേ? ഏതെങ്കിലും ഒന്ന് പറ. സാമ്പാർ അല്ലേ? വേണ്ട, നിനക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു.
ഇങ്ങനെ പറയാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അഭിപ്രായം ചോദിച്ചു? എടി നീ ആദ്യമായിട്ടല്ലേ എന്നോടൊരു അഭിപ്രായം ചോദിക്കണേ, അപ്പൊ ഞാൻ ആകെ ടെൻഷനായി പോയി. സാമ്പാർ സാമ്പാർ അല്ല, ഇതിപ്പോ ഇതിന്റെ മുമ്പ് നമ്മളിത് വീഡിയോ എടുത്ത് വിട്ടില്ലേ? ഇത്ര ദിവസമായി ഇതുവരെ കാശ് വന്നിട്ടില്ല. അങ്ങനെ വെറുതെ പൈസ വരൂല. അതില് ഞാൻ പറഞ്ഞതൊന്നും ക്ലിയർ ആയില്ല എന്നൊക്കെ ആൾക്കാർ അടിയിൽ കമന്റ് ഇട്ടെങ്ങനെ കണ്ടില്ലേ? അത് മാത്രമല്ല, നിങ്ങളുടെ അടുത്ത് ഈ തക്കാളിയൊക്കെ മര്യാദയ്ക്ക് കാണിക്കാൻ പറഞ്ഞിട്ട് കാണിച്ചാ നിങ്ങള്? എടി അത് ഞാൻ ഇങ്ങനെ ക്ലോസിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വൈഡിലേക്ക് വരാനല്ലേ. ആ മന്മഥന്റെ വായിന്ന് ഏതാണ്ട് വാക്കൊക്കെ കേട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇത് മര്യാദക്ക് കാണിക്കണോന്ന്. തുടങ്ങാല്ലേ? തുടങ്ങാന്ന് പോയി നിക്കവിടെ. എന്തിപ്പോ അവിടെ വെച്ചോണ്ടിരിക്കണേ? എന്റെ മുഖമല്ലേ കാണേണ്ടത്? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് നാടൻ സാമ്പാറാണ്. എല്ലാവർക്കും സാമ്പാറിന്റെ പേരറിയാം, പക്ഷെ എങ്ങനെ വയ്ക്കേണ്ടതെന്ന് അറിയില്ല അല്ലേ? ഇന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. വെണ്ടയ്ക്ക ഇവിടെയുണ്ട്, മുരിങ്ങാക്കോല് വേണം, പിന്നെ ക്യാരറ്റ്, തക്കാളി, പിന്നെ പടവലങ്ങ ഇവിടെ ചേട്ടന് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ എടുത്തു വെച്ചതാണ്. അതും ഞാൻ സാമ്പാറിൽ ഇടാറുണ്ട്. പിന്നെ ബീൻസ് രണ്ടെണ്ണം മാത്രം ഇട്ടാൽ മതി. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് ഈ പൊടികളാണ്. പൊടികൾ എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ആദ്യം നമുക്ക് അതിന് അടുപ്പ് കത്തിക്കണം. ഇതെന്താ കത്താത്തേ? ഗ്യാസ് തീർന്നു. ഗ്യാസ് ഇല്ലല്ലോ. ഗ്യാസ് ഇല്ലാതെ പിന്നെ എന്തിനാ ഈ കുന്തം ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണേ? നീ എന്നല്ലേ ഇവിടെ സിലിണ്ടർ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞേ? സിലിണ്ടർ വെറുതെ വെച്ച കത്തോ? അത് എവിടെയെങ്കിലും പോയി എടുത്തോണ്ടോ പോവാൻ. ആശാൻ നിങ്ങൾ ഇങ്ങനെ തലങ്ങും വിളങ്ങും നടന്നു നിൽക്കേണ്ട ഒരു ബാക്കി ഇരുന്നിട്ട് നിങ്ങളൊരു തീരുമാനം പറയും. എത്ര നേരമായി ഇരിക്കണ്? അനക്കൊന്നും പറയല്ലേ? എന്താ ശീതള പറ. ആശാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോ മൊയ്ത് പറഞ്ഞു കേൾക്കുമ്പോ നമുക്കിപ്പോ ഈ സീസണൊക്കെ അവസാനിച്ചിട്ട് പിന്നെ സീസൺ തുടങ്ങുന്നത് നമുക്ക് ഓണത്തിനാണല്ലോ. ഓണത്തിന് 10-15 നാടകം നമുക്ക് കിട്ടുന്നതാ. ഒരൊറ്റ നാടകം ഇല്ല. ഇനിയിപ്പോ ഈ വർഷം നാടകം ഉണ്ടാവൂല. നമുക്കത് പ്രതീക്ഷിക്കാനും പറ്റില്ല. അപ്പൊ ആ ഒരു സ്ഥിതിക്ക് നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് ജീവിത മാർഗത്തിന് ചെയ്തേ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ ആശാന്റെ വിളി വന്നപ്പോ തന്നെ കളിയുണ്ടെന്നും പറഞ്ഞ് പെട്ടിയെടുത്തോണ്ട് പോകുന്നു. ഇനി വീട്ടിലെന്ത് പറയും?